स्टे स्टे चुपचाप बैठो आराम से बैठो हाँ ഇങ്ങനെ നോക്കണം ഞങ്ങൾ പതിപോലെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വന്നാണ് ഇച്ചിരി വെയിൽ വന്നിട്ടുണ്ട് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം പതിപോലെ മോൻ്റെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് എല്ലാവരും ഒന്ന് കാണണം സഹകരിക്കണം നടക്കണം കേട്ടോ ഓടല പിടുത്തം രാവിലെയുള്ള ഓട്ടോ കറക്ക കളിയാണ് കേട്ടോ രാവിലെ ഈ സ്കൂബി വിളിക്കുന്നത് ആരോ സ്കൂബിന്ന് വിളിച്ചു അതാ ഓടുന്നു ചോദിച്ചേ ആരാ അത് ആ ദീപുത സ്കൂബിന്ന് വിളിച്ചാൽ പോരീനെ അപ്പം എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം ആ സ്കൂബിന്ന് വിളിച്ചത് ദീപുത വിളിക്കുന്നു സ്കൂബിന്ന് കണ്ടോ ദീപുത സ്കൂബിന്ന് വിളിക്കുന്നു പൊന്നീനെ ദേ അപ്പം ദീപു അങ്കിളിനെ വിളിക്കുന്നതാ ബാവുന്ന് ആ ചത്തേ ദേത്തോ ദേക്ക് സ്കൂബീന്ന് അങ്കിള് വിളിക്കണേ കണ്ടോ അങ്കിള് വിളിക്കുന്ന സ്കൂബീന്ന് ഡേ കണ്ടോ 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 ദീപങ്കനെ കണ്ടോ പൊന്ന് കണ്ടോ എവിടെ ദീപങ്കട് ഓ കണ്ടു എക്സൈറ്റ്മെൻറ്റ് കണ്ടോ ദീപങ്കട് സ്കൂബീന്ന് വിളിച്ച പൊന്നിനെ എല്ലാവരും സ്കൂബീന്ന് വിളിക്കാം നോക്കി ദീപങ്കടെ വേണ്ടി നോക്കി സ്കൂബീന്ന് വിളിച്ചോ താഴെ നീച്ചെ ആജാവോ എന്ന് പറയുന്നുണ്ടോ ദീപങ്ങൾ വിളിച്ചാ പൊന്നീനെ ആഹാ എല്ലാവരും മോനോട് സ്നേഹമാണ് അല്ലേ ഭയങ്കര സ്നേഹമാണ് മോനോട് ദീപുത വിളിക്കണേ ദീപങ്ങൾ വിളിക്കണമെന്നും പറയും ഓടി പോകുന്നതാണ് കേട്ടോ ഈ കാണുന്നത് ഇത് കണ്ടോ ദീപങ്ങളെവിടെ എവിടെ ആ പോയാ അയ്യോ പോയാ പൊന്നു പോയി അല്ലേ അപ്പം അതുപോലെയൊക്കെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് മോൻ്റെ കാര്യങ്ങളും കേട്ടെ എല്ലാവരും ഒന്ന് സഹകരിക്കുക പ്രോത്സാഹിപ്പിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം അത് അപ്പുറത്തെ വഴി കൂടെ പോകുന്നവരും എല്ലാവരും കടക്കാരും ഒക്കെ അവൻ ഇവിടുത്തെ ഹീറോയാണ് കേട്ടോ സ്കൂബിന്ന് വിളിച്ചുകൊണ്ടാണ് അവനോട് എന്താന്ന് വിളിയിട്ടതാണ് ആ കേട്ടത് മതിലിൽ കൂടെ നിന്ന് എന്താ ആംഗിളേന്നൊക്കെ വിളിക്കുന്നത് അവൻ്റെ ഭാഷയിൽ വിളിച്ചതാണ് ഈ കേൾക്കുന്നത് ഹീറോ ആണോ വീട്ടുകാരുടെ നാട്ടുകാരുടെയൊക്കെ ഹീറോ ആണോ പൊന്ന് എല്ലാവരും പൊന്നിനെ സ്നേഹിക്കണം അല്ലേ എല്ലാവരും പൊന്നിനെ സ്നേഹിക്കണമല്ലേ അല്ലേ പൊന്നാ അച്ഛൻ പോകുന്നു അതുകൊണ്ടാണ് പറക നടക്കുന്നത് എല്ലാവരും പൊന്നിനെ സ്നേഹിക്കണമല്ലേ ആ തല ചരിഞ്ഞുള്ള ഒരു നടപ്പ് തല ചരിഞ്ഞ് ഇതാരാ പഠിപ്പിച്ചു തന്നത് ഈ തല ചരിഞ്ഞ് നടക്കാൻ സ്നേഹം വരുമ്പോഴൊക്കെ ഒരു തല ചരിഞ്ഞുള്ള നടപ്പ് പറയുമ്പോൾ കൂടുതലാണ് നിനക്ക് ഇനി പുറത്ത് പോണ്ട ഇത്ര നേരം മോളിലൊക്കെ ഉണ്ടായിരുന്നു പോണ്ട ഇനി കേട്ടാ നല്ല മോനല്ലേ ഇനി പോണ്ട നല്ല കുട്ടിയല്ലേ പറഞ്ഞാൽ കേൾക്കും മോൻ കേട്ടാ ഇനി പോണ്ട അച്ഛയുടെ കൂടെ ഇപ്പോൾ ഇത്ര നേരം പോയി മോളിലൊക്കെ കളിച്ച് ഓടി ഫുട്ബോൾ കളിച്ചു ദീപങ്ങൾ സ്കൂബി എന്ന് വിളിച്ച് എല്ലാവരും വഴി കൂടെ പോണവരെയൊക്കെ സ്കൂബി എന്ന് വിളിക്കുക സ്കൂബി നാട്ടിലും വീട്ടിലൊക്കെ ഹീറോ അല്ലേ ആ മോൻ വീട്ടിലും നാട്ടിലൊക്കെ ഹീറോയാണ് ഹീറോ ടാറ്റ മതി ഇവിടെ നിന്ന് കാണാം ഇനി പോണ്ട മുകളിൽ മോട്ടറങ്ങ് അടച്ചൊക്കെ കേട്ടാ ടാറ്റ ഏട്ടാ നല്ല മോൻ ഗുഡ് ബോയ് ആണ് പറഞ്ഞാൽ കേൾക്കുന്ന മോനാണ് മമ്മിയുടെ മോൻ ഡിസിപ്ലിൻ ബോയ് ഒബീഡിയൻ ബോയ് ടാറ്റ ശരി പോയി മോൻ ഡിസിപ്ലിൻ ബോയാണ് ഒബീഡിയൻ ബോയാണ് പങ്ക്ച്വാലിറ്റി ആയിട്ടുള്ള മോനാണ് എല്ലാമാണ് എൻ്റെ മോൻ ടാറ്റ പറഞ്ഞേക്ക് ഇവിടെ ഒന്ന് ടാറ്റ പറഞ്ഞേക്ക് വാ ദേ ഡാഡി പോയി ദേ നോക്കണേ ഡാഡി ടാറ്റ കണ്ടല്ലോ ആ അതേ ഫോണ് ചേച്ചിയും പോയി ഓ ചേച്ചി പോയെന്നാണോ വന്ന് പറയുന്നത് പോയോ ചേച്ചി വൈകുന്നേരം വരും കേട്ടോ ശരി അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ പതിവ് പോലെ ഇന്ന് മോൻ്റെ പെറ്റ് കടയിൽ വന്നു കേട്ടോ
മോൻ്റെ ബിസ്ക്കറ്റ് ഇതേ വാങ്ങി. ഇത് കണ്ടോ, ബിസ്ക്കറ്റ് വാങ്ങി, കെനാൽ വാഷ് വാങ്ങി, അവൻ്റെ ഒരു മെഡിസിനുണ്ട്, അപ്പോൾ അതും വാങ്ങി. കനാൽ വാഷ് ഏ കളർ है अभी? കനാൽ വാഷിന് 1 लीटर का? അച്ഛാ, കനാൽ വാഷ് ഇത് ഫ്ലോർ വാഷ് ചെയ്യുന്നതിന് കേട്ടോ, അവൻ്റെ കടയിൽ നിന്ന്. അവന് അലർജി വരുന്നുണ്ട്, നമുക്ക് ലൈസലിട്ടൊന്നും മുഖത്തേക്ക് ചെയ്യുന്നില്ല, അപ്പോൾ ഞാൻ കനാൽ വാഷിട്ടാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ബിസ്ക്കറ്റ് വാങ്ങി. ഇനി അവൻ്റെ മെഡിസിൻ വാങ്ങാൻ പോകുന്നു. അതും വാങ്ങി നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ മോൻ്റെ പെറ്റ് കട കേട്ടോ. ഇത് പലപ്പോഴും നിങ്ങൾ ചില ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോസിൽ ഞാൻ കാണിക്കാറുണ്ട്. ഞാൻ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ അതിൻ്റെ വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട് ഞാനിവിടെ. കണ്ടില്ലേ, എന്നും കൂടെ നിന്നാണ് അവൻ്റെ ബോളുകൾ, അവൻ്റെ ടോയ്സൊക്കെ നമ്മൾ മേടിക്കുന്നത് കേട്ടോ. നോക്കട്ടെ വല്ലതും ഉണ്ടോ എന്ന്. ബോൾ വാങ്ങി കേട്ടോ. ബാക്കി എല്ലാ ബോളും അവൻ്റെ പല്ല് കൊണ്ട് കടിച്ച് പോവും. അവന് ബോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേറെ ബോളുകൾ മേടിച്ചാൽ എല്ലാം പല്ല് കൊണ്ട് പോവും. അപ്പം ഓ വാല ദീജിए ना, वो वाला हाँ, वो वाला देखिए ना, एदिक हाँ बेटा देखा तो ഓ ഈ സ്പോഞ്ച് കസാബ് ദാന്ത് സെ ചലി ജായ്. അപ്പം ഞാൻ ഈ ബോൾ മേടിച്ചു. ഇത് മാത്രമേ ഇവിടെ ഇരിക്കുള്ളൂ കേട്ടോ, വേറെ ഒന്നും ഇരിക്കില്ല. അപ്പോൾ അത് ഈ മരുന്ന് മേടിച്ചു, മെഡിസിൻ മേടിച്ചു, ബിസ്ക്കറ്റ് മേടിച്ചു, കനാൽ വാഷ് മേടിച്ചു. അപ്പം മോൻ്റെ ബിസ്ക്കറ്റ് തീർന്നു പോയി കേട്ടോ. അപ്പോൾ അതിനാണ് ഞാൻ വന്നത്. പെഡിഗ്രിയൊക്കെ ഉണ്ട് അവന്, പെഡിഗ്രിയും അല്ലാത്ത നട്ട്സിൻ്റെ പെഡിഗ്രിയൊക്കെ ഉണ്ട് അവന്, നട്ട്സിൻ്റെ സ്നാക്സൊക്കെ ഉണ്ട് അവിടെ, എല്ലാം ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങാൻ വന്നത് അവന് ഇതാണ് ഇഷ്ടം, ട്രൈഡ്. അപ്പോൾ ഇത് അവന് മേടിച്ചു. ക്ലീനർ മേടിച്ചു, നമ്മുടെ ഫ്ലോർ ക്ലീനർ, കനാൽ വാഷിൻ്റെ ഇത് മേടിച്ചു. ഇത് മരുന്ന് മേടിച്ചു, അവന് ബോൾ മേടിച്ചു കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഈ കട നിങ്ങൾ കണ്ടിരിക്കും, പലപ്പോഴും പല വീഡിയോസിലും ഞാൻ കാണിക്കാറുണ്ട്. അപ്പം അതുപോലെ ഇപ്രാവശ്യം വന്നപ്പോൾ ഞാൻ കാണിച്ചു എന്ന് മാത്രമായിട്ട്. ആർക്കുച്ചിനെ सब कुछ अच्छे, पेडिग्री अच्छे और नट्स अच्छा ना, बादाम सभी का नट का वोटा अच्छे, सब कुछ अच्छे. सोर्शने तो ठंडा अच्छा ना, ख़राब हो जाए. അപ്പോൾ എല്ലാം മേടിച്ചാണ്, ബെൽറ്റും എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാ സാധനവും. ആ, ബോൾ കൊണ്ടു കൊടുക്കുമ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് കാണണേ. ഇതൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുന്നു. ബോൾ വേണോ? അവിടെ ഇരിക്കും, ബോൾ തരാം. അതേ ബോളുണ്ട്, പുതിയ ബോൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇവന് പുതിയ ബോൾ കൊടുക്കുന്നത്, അവൻ്റെ എക്സൈറ്റ്മെൻറ്റ് കണ്ടോളൂ. സ്റ്റേ ആ, വെപ്രാളം കാണിക്കരുത്. നിനക്കുള്ളത് തന്നെ അവിടെ ഇരിക്കുക, നിനക്കുള്ളത് തന്നെ, നീ വെപ്രാളം കാണിക്കരുത്. അവിടെ ഇരിക്കുക. ഇത് മോൻ്റെ ബോൾ തന്നെ, അവിടെ ഇരിക്കും, മമ്മി തരും. വെപ്രാളം കാണിക്കരുത്. സ്റ്റേ चुपचाप बैठो, आराम से बैठो. हाँ, हैंडशेक दे दो. हाँ ना, ഗുഡ് ബോയ്. ഇത് മോൻ്റെ ബോളാണ്. ആ, പുതിയ ബോള് പൊന്നിൻ്റെ. അപ്പോൾ അവന് ഇഷ്ടം പോലെ റെഡ് കളറിൻ്റെ ബോളും ഗ്രീൻ കളറിൻ്റെ ബോളും ഒക്കെ ഉണ്ട് കേട്ടോ. വേറെ ഒരു ബോളും അവന് മേടിക്കാൻ പറ്റൂല, അവൻ്റെ പല്ല് കൊണ്ടിട്ട് കീറും. അവന് നല്ല കട്ടിയുള്ള ബോൾ വേണം മേടിക്കാൻ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ബോളാണ് നീല കേട്ടോ, ഇതുപോലത്തെ പച്ചയുണ്ട്, എല്ലാ ബോളും ഉണ്ട് കേട്ടോ അവന്. അപ്പോൾ ഒരെണ്ണം മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇതുപോലത്തെ ബോണൊന്നും അവിടെ ഇല്ല. ഇത് കണ്ടോ കളിക്കുന്നത്, ഇത് കണ്ടോ. ഇപ്രാവശ്യം നീല കളറാണ് കിട്ടിയത് കേട്ടോ, നീല കളറാണ് കിട്ടിയത്. ഇത് കണ്ടോ, പച്ചയുണ്ട്, അപ്പോൾ നീലയുണ്ട്, ചുമപ്പുണ്ട് കൊച്ചിന്. ഞാൻ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് മിണ്ടാതെ കിടക്കണേ. തരാ കളിച്ചോ. എപ്പോൾ പോയിരുന്നാലും മോന് ബോൾ എത്ര എണ്ണമായി? ഇപ്പോൾ ഒരുപാടായി, എൻ്റെ പൊന്നിന് ഒരുപാടായി ബോള്. മമ്മ മേടിച്ചുകൊണ്ട് വന്ന ഒരുപാടായി ബോള്. ചുവന്ന ബോള്, നീല ബോള്. ഉമ്മൻ തരുന്ന കേട്ടോ, എന്നെ സ്നേഹത്തിൽ ഉമ്മൻ തരുന്ന ബോൾ മേടിച്ചു കൊടുത്ത. കളിച്ചോ, നല്ല ബോൾ, ഗുഡ് ബോയ്. ഒരു സാധനം കൊണ്ടുവന്നാൽ അങ്ങനെ പിടിച്ചു മേടിക്കരുത്, അടങ്ങി ഒതുങ്ങി ഇരിക്കണം. മമ്മി മോന് വേണ്ടിയല്ലേ ഈ ടോയ്സൊക്കെ കൊണ്ടുവരുന്നത്, അപ്പോൾ മോനുള്ളതല്ലേ, ഇത് വേറെ ആർക്കും കൊടുക്കുമോ മമ്മി? ശരി, വഴക്ക് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഫ്രണ്ട്സ്. കളിച്ചോ, പിന്നെ ബോൾ കളിച്ചോ.
ചേച്ചോ ചേച്ചു ഉമ്മ 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 ഉമ്മ. ശരി, വഴക്ക് പറഞ്ഞില്ല മമ്മി. ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ബിസ്ക്കറ്റാണോ ഇത്? മോൻ്റെ ബിസ്ക്കറ്റാണോ? ഇത് കുഞ്ഞിൻ്റെ ബിസ്ക്കറ്റാണോ? ഇത് സ്കൂബിയുടെ ബിസ്ക്കറ്റാണോ മമ്മ മേടിച്ചുകൊണ്ട് വന്ന്? എത്ര എണ്ണം മേടിച്ചു? ഒരുപാട് മേടിച്ചു, ഒരുപാട്. ശരി, ഇതെൻ്റെ പൊന്നു മോൻ്റെയാണ് കേട്ടോ. അല്ല കളിച്ചോ, വഴക്ക് പറയത്തില്ല മമ്മി. ശരി, ഉമ്മ 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 ഉമ്മയുടെ പൊന്നു ഉമ്മ. ഞാൻ കേൾക്കണ കുട്ടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ നാട്ടിലും വീട്ടിലും ഉള്ളവരൊക്കെ ഭയങ്കര ഇഷ്ടം. ഒരു പ്രാവശ്യം പറഞ്ഞ എല്ലാവർക്കും ഇഷ്ടമാണ്. ഡോക്ടറിനെ ഇഷ്ടം, ഡോക്ടർ അങ്കിളിനെ ഇഷ്ടം, എല്ലാവർക്കും. ഈ പടയിലാക്കില്ലല്ല എല്ലാവർക്കും ഇഷ്ടം. ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. മോൻ ചുമക്കണ ചുമ ഉണ്ടോ, മഞ്ഞാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അരിവരേക്കും ഒന്ന് ബൈ പറഞ്ഞേ കുഞ്ഞാ, ഒന്ന് ബൈ പറഞ്ഞേടെ പൊന്നാ. ചേച്ചിമാർക്ക് ചേട്ടന്മാർക്കൊക്കെ ഒരു ബൈ 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 എന്ന് പറഞ്ഞ പൊന്നാ. ബൈ. ഇപ്പുറത്തെ കൈ കണ്ട് ഒരു ബൈ പറഞ്ഞേ. ബൈ. ഓക്കെ, ഗുഡ് ബൈ. എൻ്റെ മോൻ ടാറ്റയൊക്കെ പറയും. ദീപക്ക് പോകുമ്പോഴേ ടാറ്റ പറയുള്ളൂ. അത് ദീപക്ക് പോകുമ്പോൾ നമ്മൾ ടാറ്റ എന്ന് പറഞ്ഞാൽ ആ കൈ എടുത്തിട്ട് കാണിക്കും. ഇന്നത്തെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കാണണേ. അവനെല്ലാം അറിയാം. ആ രണ്ട് കൈ കൊണ്ടല്ലേ എല്ലാം ടാറ്റയെ കാണിക്കും. ഞാനിങ്ങനെ ടാറ്റാന്ന് കൈ കൊണ്ട് പിടിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് അവൻ അത് കാണിക്കും. അപ്പം നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും ഒന്ന് സഹകരിക്കണേ.